إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സദ്വൃത്തരായ ദാസന്മാരിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ന് ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വിവര സാങ്കേതിക വിദ്യയിൽ വളരെയധികം വളർന്നു. ലോകം മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ മുമ്പിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. അവന്റെ അഭിപ്രായങ്ങൾ പറയാനും താല്പര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുമൊക്കെ സോഷ്യൽ മീഡിയയും നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ. മനുഷ്യ ഹൃദയങ്ങൾ ഇന്ന് പഴയതിനേക്കാൾ ഒരുപാട് അകന്നുപോയി. ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾക്ക് പോലും തന്റെ ആത്മാർത്ഥമായ സങ്കടങ്ങളും തന്റെ മനസ്സിന്റെ വികാരങ്ങളും ആത്മാർത്ഥതയോടുകൂടെ തുറന്നു പറയാനും പങ്കുവെക്കാനും ഒരാൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. സ്ക്രീനുകൾ വളരെ അടുത്താണ്, പക്ഷേ ഹൃദയങ്ങൾ വളരെ 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 വിദൂരമാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കുടുംബ ബന്ധങ്ങൾ അത് ഹൃദയത്തിൽ നിന്നുള്ള ബന്ധങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന് പലപ്പോഴും ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ബന്ധങ്ങളും ഓൺലൈൻ സ്റ്റാറ്റസിൽ ഒതുങ്ങി നിൽക്കുകയാണ്, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? പരസ്പരം സംസാരിക്കാൻ സമയമില്ല, പരസ്പരം ഒരു കരുതലില്ല, എല്ലാവർക്കും സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാ സമയങ്ങളിലും ആക്റ്റീവാണ്. ഒരാളുടെ സ്റ്റാറ്റസ്, അതാണ് ഞാൻ പറഞ്ഞത്, ബന്ധങ്ങൾ സ്റ്റാറ്റസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഒരാളുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് എടുത്ത് പരിശോധിച്ചാൽ അയാൾ ആക്റ്റീവ് നൗ, നിലവിൽ ഓൺലൈനിലുണ്ട്, അയാൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അയാൾ പലരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ
താനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കുടുംബ ബന്ധങ്ങളോടോ സുഹൃത്തുക്കളോടോ സഹോദരങ്ങളോടോ എന്ന് വേണ്ട അയൽപക്കക്കാരോട് പോലും നേരിട്ട് സംസാരിക്കാനും അവരോടൊപ്പം സമയം കളയാനും അതല്ലെങ്കിൽ ഒന്നിച്ചിരിക്കാനും സന്ദർശിക്കാനും ഒന്നും ആളുകൾക്ക് ഇന്ന് നേരമില്ലാത്ത അവസ്ഥയാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ തന്നെ വ്യത്യസ്തമായ സ്ക്രീനുകളിലാണ് അവർ സമയം കണ്ടെത്തുന്നത്. ഒരു വീട്ടിനകത്ത് പോലും രക്തബന്ധമുള്ളവർ പരസ്പരം സംസാരിക്കുന്നില്ല, അതിനുള്ള സമയമില്ല. സ്നേഹം ഇന്ന് ഇമോജികളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. സൗഹൃദങ്ങൾ പലപ്പോഴും ലൈക്കിലും അതല്ലെങ്കിൽ റിയാക്ഷനുകളിലും ഷെയറിങ്ങിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദുരന്തപൂർണമായ ഒരു കാലമാണ്. മനുഷ്യന്റെ ഹൃദയങ്ങൾക്കിടയിൽ വലിയ വലിയ മതിൽക്കെട്ടുകൾ, മറ്റുള്ളവനെ അറിയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. മാതൃബന്ധങ്ങൾ, ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ പോലും സഹോദരങ്ങൾ പോലും ഒന്നിക്കാനും സംസാരിക്കാനും അടുത്തിടപഴകാനും മടിക്കുകയും ചെറിയ കുടുംബങ്ങളിലേക്ക് മാറി ഫ്ലാറ്റ് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്ന കുടുംബജീവിതത്തിൽ കുടുംബ ബന്ധത്തിലോ മറ്റുള്ള ബന്ധങ്ങളിലോ ഒന്നും കാര്യമില്ല, എനിക്ക് എന്റെ കാര്യം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും തയ്യാറില്ലാതെ മനസ്സുകൾക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ തീർത്തിരിക്കുകയാണ്. അതാണ് ആധുനിക മനുഷ്യന്റെ വിരോധാഭാസങ്ങൾ. എവിടെയും മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നത്, അവന്റെ ശരീരത്തിനും മനസ്സിനും ഉല്ലാസവും സമാധാനവും ഉണ്ടാകുന്നത് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ്. ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യന് നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ആരാധനാ വേളകളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ ആഘോഷങ്ങളിൽ പോലും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, അവിടെ ബന്ധങ്ങൾ കൂട്ടി ഇണക്കി ചേർത്തുകൊണ്ടുള്ള ആഘോഷങ്ങളെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ ഈദിന് നമുക്കറിയാലോ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ ഈദ് ആഘോഷിക്കുന്നത്. എല്ലാവരും പള്ളിയിലോ ഈദ്ഗാഹിലോ ഒരുമിച്ച് ചേരുന്നു. എന്തേ ഓരോരുത്തർക്കും വീട്ടിൽ വെച്ച് നിസ്കരിച്ചൂടെ? വീട്ടിൽ വെച്ച് ആഘോഷിച്ചാൽ പോരെ? തന്റെ കുടുംബത്തിന്റെ അടുത്ത് മാത്രം പോരാ. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുകയാണ്. അവർ ഈദ്ഗാഹുകളിലേക്കോ പള്ളികളിലേക്കോ വരണം. എന്നിട്ട് ഒന്നിച്ച് സംഘമായി നമസ്കരിക്കണം. ഒന്നിച്ചുള്ള പ്രാർത്ഥനകളിൽ അവർ ഒന്നിച്ച് ആമീൻ പറയണം. അവർ പരസ്പരം കാണണം, പരസ്പരം ആലിംഗനം ചെയ്യണം. അങ്ങനെ മനുഷ്യബന്ധങ്ങൾ വീണ്ടും വിളക്കി ചേർക്കണം. അപ്പോഴാണ് ഒരു സൊസൈറ്റിയിൽ, ഒരു ഉമ്മത്തിൽ സമാധാനം നിലനിൽക്കുകയുള്ളൂ. ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായ ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള നല്ല മനുഷ്യരുടെ ഗുണഗണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ എണ്ണി പറയുമ്പോൾ അവിടെ അള്ളാഹു വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹ് പറയാണ്, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. അള്ളാഹു കൽപ്പിക്കാൻ, അള്ളാഹു ചേർത്താൻ പറഞ്ഞ ബന്ധങ്ങളെ മുഴുവനും ചേർത്തുന്ന ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നവരാണ് അവർ. അള്ളാഹുവിന്റെ സച്ചരിതരായ ദാസന്മാരാരാണ്? അള്ളാഹ് കൽപ്പിച്ച മുഴുവൻ ബന്ധങ്ങളെയും അവർ വിളക്കി ചേർക്കുന്നവരാണ്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ. വയഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. വയഖാഫൂന സൂഅൽ ഹിസാബ്, വളരെ പ്രയാസകരമായ ഒരു വിചാരണയുണ്ട്, വരാനിരിക്കുന്ന വിചാരണ, മരണാനന്തര ലോകത്ത് വെച്ച് നടക്കുന്ന വിചാരണ. ആ വിചാരണയെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹ് വിളക്കി ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയാതെ അതൊക്കെ വിളക്കി ചേർക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ. അപ്പൊ ആരും ധരിക്കരുത്, ഞാൻ നോമ്പെടുത്താൽ, ഞാൻ നിസ്കരിച്ചാൽ, ഞാൻ ഹജ്ജ് ചെയ്താൽ, ഞാൻ ദാനം ചെയ്താൽ, ഞാൻ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ, ചില ആളുകളോട് ഞാൻ ബന്ധം മുറിച്ചാലും, ഞാൻ എന്റെ കാര്യം നോക്കിപ്പോയാലും പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാനോ നിങ്ങളോ ധരിക്കുന്നുവെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇസ്ലാം അത് പറയുന്നില്ല. ഇസ്ലാം ആരാധനകളോടൊപ്പം സഹജീവികളുമായുള്ള ബന്ധം വിളക്കി ചേർക്കുക തന്നെ വേണമെന്ന് പഠിപ്പിച്ച മതമാണ്. എവിടെ ബന്ധം വഷളാകുന്നുവോ അവർ അള്ളാഹുവുമായുള്ള ബന്ധം നല്ല നിലക്ക് കൊണ്ടുപോകുന്നവരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അല്ലാഹ് പറയാണ്,
ബന്ധങ്ങൾ, കുടുംബ ബന്ധം മുറിക്കുന്ന ആൾക്കുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്. സൂറത്ത് മുഹമ്മദിൽ 22-23 വചനങ്ങൾ. എന്താ അല്ലാഹു പറഞ്ഞതറിയോ? ഫഹൽ അസൈതും ഇദാ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. ചില ആളുകൾക്ക് അധികാരം കിട്ടിയാൽ, അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്നറിയോ? അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തബന്ധങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ അതിന്റെ ദുരന്തം പറയാണ്. അള്ളാഹു അവരുടെ മേൽ ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ശാപമുണ്ട് അവർക്ക്. എന്താ അള്ളാഹിന്റെ ശാപം എന്ന് പറഞ്ഞാൽ? പിന്നീട് റബ്ബിന്റെ കാരുണ്യത്തിന് അവർ അർഹരായി തീരുകയില്ല. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് ആറ്റി അകറ്റപ്പെട്ടവരായി മാറും അവർ. അവർ ബധിരനാകുകയും ചെയ്യും. അവരുടെ കാഴ്ചകൾ അവരിൽ നിന്ന് ഇല്ലാതായി പോകും. കണ്ണു കാണാത്ത ബധിരരായി അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടി വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പൊ നമ്മൾ ഈ സംസാരം കേൾക്കുമ്പോ, എന്റെ ഈ സദസ്സിലിരിക്കുന്ന ഞാനോ നിങ്ങളോ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആരോടെങ്കിലും നമ്മൾ അകന്നു നിൽക്കുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആരാധനകൾ കൊണ്ടൊന്നും യാതൊരു ഉപകാരവും നമുക്ക് കിട്ടൂല. ആ ബന്ധം വിളക്കി ചേർക്കാൻ ഈ ഈദ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വേദിയൊരുങ്ങണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പറഞ്ഞതായി രക്തബന്ധം എന്ന് പറയുന്നത് അത് പടച്ച തമ്പുരാനുമായി ബന്ധപ്പെട്ടതാണ്. ആരെങ്കിലും രക്തബന്ധം മുറിച്ചാൽ അവനോട് അള്ളാഹു ബന്ധം മുറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രമല്ല, ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ നിലക്കുള്ള ബറക്കത്തുകളും ബന്ധവിച്ഛേദനത്തിലൂടെ അത് നീക്കപ്പെടുമെന്നാണ്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത്, തുഅദ്ദുൽ ഖതിഅ, കുടുംബബന്ധം മുറിക്കുക എന്നത് സബബൻ ഫീ ലീഖിർ റിസ്ഖി, അയാളുടെ ഉപജീവനത്തിൽ അയാൾക്ക് കുടുസതയുണ്ടാകും. എന്ത് ബിസിനസ് ചെയ്താലും പച്ച പിടിക്കൂല, എന്ത് ജോലി ചെയ്താലും അതിൽ ബറക്കത്ത് കിട്ടൂല. മാത്രമല്ല, ആ മനുഷ്യന്റെ ആയുസ്സിലുള്ള ദൈർഘ്യം കുറയും. കൂടുതൽ കാലം ജീവിക്കാൻ അയാൾക്ക് അല്ലാഹു അവസരം കൊടുക്കൂല. നേരെ മറിച്ച് ഒരാൾ കുടുംബ ബന്ധം വിളക്കി ചേർക്കുന്നതിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ അൻ യുൻസഅലഹു ഫീ റിസ്ഖിഹി ആർക്കെങ്കിലും തന്റെ റിസ്ഖിൽ വർധനവ് കിട്ടണമെങ്കിൽ, അതേപോലെ തന്നെ അയാൾക്ക് ദീർഘായുസ് ലഭിക്കണമെങ്കിൽ, ഫല്യസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം അയാൾ വിളക്കി ചേർക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുടുംബ ബന്ധം മാത്രമല്ല, എല്ലാ ബന്ധങ്ങളും, അയൽപക്ക ബന്ധം, അതുപോലെ തന്നെ യതീമുകളോട്, അനാഥരോട്, എല്ലാവരോടും. ഒരായത്തിൽ അല്ലാഹു പറയുന്നു, നോക്കി, സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്തിൽ ബന്ധങ്ങളെ മൊത്തത്തിൽ അല്ലാഹു ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബ്. എന്താ അല്ലാഹു പറയുന്നത്? നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം, ഒരിക്കലും അവനിൽ ഒരാളെയും പങ്കുചേർക്കരുത്. റബ്ബിനോട് മാത്രമായിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. ആരാധനകൾ അഖിലവും അല്ലാഹ്ക്ക് മാത്രമേ നിങ്ങൾ അർപ്പിക്കാവൂ. അതാണ് നിങ്ങളുടെ റബ്ബിനോടുള്ള നിങ്ങളുടെ ബന്ധം. ആദ്യത്തെ ബന്ധം അതാണ്, സൃഷ്ടാവിനോടുള്ള ബന്ധം. അത് വഷളായിട്ട് സൃഷ്ടികളോട് ബന്ധം പുലർത്തിയത് കൊണ്ട് കാര്യമില്ല. ആദ്യത്തെ ബന്ധം നന്നാകണം. അള്ളാന്റെ വഹ്ദാനിയത്ത് മനസ്സിലാക്കി അവനെ മാത്രം ആരാധിച്ച് എന്ത് പ്രതിസന്ധികളിലും റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്ന അടിമകളായി നിങ്ങൾ മാറണം എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കണം. വബിദിൽ ഖുർബാ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, നിങ്ങളുടെ രക്തബന്ധുക്കൾക്ക്. വൽ യതാമാ, നാട്ടിലെ അനാഥരായ മക്കൾക്ക് നിങ്ങളാൽ കഴിയുന്ന തണൽ നിങ്ങൾ നൽകണം. വൽ മസാകീൻ, അഗതികൾ കണ്ടാൽ നല്ല നിലക്ക് ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നാം, പക്ഷേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന, ഇല്ലായ്മകൾ മറച്ചു വെച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കി അവർക്ക് നന്മ ചെയ്യണം. വൽ ജാരി ദിൽ ഖുർബാ, നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അടുത്ത അയൽവാസി. വൽ ജാരിൽ ജുനുബ്,
അതേപോലെ ദൂരെയുള്ള അയൽവാസി, ഇങ്ങനെ രണ്ട് നിലക്കുള്ള അയൽവാസികളുണ്ട്. രണ്ടു കൂട്ടരോടും നന്മയിലാണ് നിങ്ങൾ വർത്തിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ലോകത്ത് എവിടെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ മനുഷ്യർ തമ്മിലുള്ള ഊഷ്മളമായ മനോഹരമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ദർശനത്തെ ലോകത്ത് എവിടെയും കാണാൻ കഴിയും? മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഇസ്ലാം അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ബന്ധങ്ങള് വിച്ഛേദിച്ചുകൊണ്ട് നമുക്കൊന്നുമില്ല. അത് വിളക്കി ചേർക്കണം. അതാണ് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ജീവനെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്ത് ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായാലും നേരിട്ടുള്ള സന്ദർശനം തന്നെയാണ്. അതിന് കഴിയുമെങ്കിൽ അതന്നെയാ ചെയ്യേണ്ടത്. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ സമയം കളഞ്ഞ് ബന്ധങ്ങളോട് അകന്നു നിന്ന് ഹൃദയങ്ങളിൽ അകന്നു പോകുന്ന ഈ പരീക്ഷിക്കപ്പെട്ട ഈ ലോകത്ത് നമ്മൾ അതിലൊരു കണ്ണിയായി മാറാൻ പാടില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യുസ്ലിമുഹു. അവനെ ആക്രമിക്കാനോ വലാ യുസ്ലിമുഹു, അക്രമത്തിന് മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ പാടില്ല. ഞാൻ ചെയ്യണില്ല, എന്നാലും ഈ പോയി ചെയ്തോ എന്ന് പറഞ്ഞ് മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ഏർപ്പാട്. വമൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. തന്റെ സഹോദരന്റെ ഒരു ആവശ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ നിർവഹിച്ചു കൊടുത്താൽ അള്ളാഹു അയാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കും. വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുർബാതി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ഒരു ദുരിതം നീക്കി കൊടുത്താൽ നാളെ മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറിൽ അവിടെ ദുരിതം പേറി നിൽക്കുന്ന ആ മനുഷ്യന് അള്ളാഹു ആശ്വാസം പകരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. മാലോകരം മുഴുവനും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുന്ന പരലോകത്ത് ഒരു മനുഷ്യന്റെ രഹസ്യം അള്ളാഹു മറച്ചു വെച്ച് അയാളുടെ അഭിമാനത്തെ റബ്ബ് സംരക്ഷിക്കും. ആരുടേത്? ഈ ലോകത്ത് വെച്ച് തന്റെ സഹോദരന്റെ രഹസ്യം അറിഞ്ഞിട്ടും അത് മറ്റൊരാളോട് പറയാതെ ആ മനുഷ്യന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച മുസ്ലിമിന് അള്ളാഹു അതേ പ്രതിഫലം പരലോകത്ത് വെച്ച് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ബന്ധങ്ങൾ മുറിച്ചു എന്നിട്ട് മിണ്ടാതെ നടക്കണം. അങ്ങനെയുള്ള ഒരാള് എത്ര തന്നെ ഇസ്തിഗ്ഫാർ ചെയ്താലും അയാളുടെ ഇസ്തിഗ്ഫാർ അല്ലാഹു സ്വീകരിക്കൂല. എന്നാ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുക. നിങ്ങൾ എല്ലാവരും പറയും റമളാൻ മാസത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കും, നരക കവാടങ്ങൾ അടക്കപ്പെടുമെന്ന്. എന്നാൽ ഈ റമളാനിൽ മാത്രമല്ല, റമളാൻ മാസത്തിൽ മാത്രമല്ല, കേട്ടോളി, തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇത്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജൽ ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ അടിമക്കും അല്ലാഹു പുറത്തു കൊടുക്കും. തൗഹീദുള്ള എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഇല്ലാ റജുലൻ, അടിവരയിടണേ, ഇല്ലാ റജുലൻ കാന ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ. ഒരാളുണ്ട്, അയാളും തന്റെ ബ്രദറും അല്ലെങ്കിൽ തന്റെ സുഹൃത്തും തമ്മിൽ പിണക്കത്തിലാണ്. മാസങ്ങളും ആഴ്ചകളും കൊല്ലങ്ങളുമായി മിണ്ടുന്നില്ല, കണ്ടാൽ സലാം പറയുന്നില്ല, പിണക്കത്തിലാണ്. ഫയഖൂൽ, പറയപ്പെടും, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹാ. 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ രണ്ടാളുടെ കാര്യം അവിടെ നിങ്ങൾ പെൻഡിങ്ങിലിടൂ. അവരുടെ കാര്യത്തിൽ പാപമോചനമില്ല, അവർ നന്നായി വരുന്നത് വരെ. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ഈ ഗണത്തിൽപ്പെടുന്ന ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കോണിൽ ആരോടെങ്കിലും ഈ ഗണത്തിൽപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കാം. വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് വീണ്ടും വിചാരം ചെയ്യാനുള്ള അവസരമാണ്. ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബാധ്യതയാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ബോഡിയുടെ അടുത്ത് ചെന്നിട്ട് അതിന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അല്ലാഹ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് പലതും പറയാനുണ്ടായിരുന്നു എന്ന് വിലപിക്കുന്ന പലരെയും നമുക്ക് ലോകത്ത് കാണാൻ കഴിയും. പക്ഷേ ചേതനയറ്റുപോയ ആ ശരീരത്തോട് ഇനി നമുക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? ആ പറഞ്ഞ വാക്കുകൾ ജീവനുള്ള സമയത്തൊന്ന് നേരിട്ട് ചെന്നിട്ട് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണമെന്ന് പറയാനുള്ള വിശാലമായ മനസ്കഥ നമുക്കുണ്ടായാൽ അതാണ് ഈമാനിന്റെ അടയാളം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിൽക്കാൻ ചില ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 8ഓളം കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശദീകരിക്കൂല, പറഞ്ഞു പോവുകയാണ്. പക്ഷേ അവിടെയൊക്കെ എവിടെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളും കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. മനസ്സിലായോ? നമ്മൾ ആഗ്രഹിക്കും ബന്ധങ്ങളൊക്കെ നല്ല നിലക്ക് നിലനിൽക്കട്ടെ, പക്ഷെ നമ്മളടുത്ത് ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകൾ കൊണ്ട് ബന്ധം അകന്നു പോകും.
ആ ബന്ധം നിലനിൽക്കാൻ നമ്മൾ സജീവമായി ഇടപെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട, വന്നാൽ അപ്പോ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അൽ അഖ്ലാഖുൽ ഫാദില, ശ്രേഷ്ഠകരമായ സ്വഭാവം നമ്മൾ വെച്ചു പുലർത്തുക തന്നെ വേണം. നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറണം. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആള് നിസ്കരിക്കും, ഉഷാറാണ്, നോമ്പ്, ഇസ്ലാമിക കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ സംസാരിക്കാൻ കൊള്ളൂല, ഇടപെടാൻ കൊള്ളൂല. ആള് വളരെ വല്ലാത്തൊരു സ്വഭാവം, പറ്റൂല, അതൊരു മുസ്ലിമിന് പറ്റൂല. മുസ്ലിം എപ്പോഴും ശ്രേഷ്ഠകരമായ സ്വഭാവം, അതിലേറ്റവും ഉന്നതമായ ഗുണം ഏതാണെന്നറിയോ? അസ്സിദ്ഖ്, സത്യസന്ധത. എപ്പോഴെങ്കിലും നമ്മളിൽ നിന്ന് ഒരു വഞ്ചനയോ അതല്ലെങ്കിൽ കളവോ നമ്മളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഫീൽ ചെയ്താൽ അതോടുകൂടെ ആ ബന്ധത്തിൽ വിള്ളലുകൾ വന്നു തുടങ്ങും. ഏറ്റവും ലളിതമായ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചുള്ള വിശ്വസ്തത നമ്മുടെ ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടാൽ അവിടെ മുതൽ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാകും. നമ്മളെ കുറിച്ചുള്ള വിശ്വസ്തത നമ്മുടെ സഹോദരന് എപ്പോഴെങ്കിലും അവിടെ വഞ്ചനയുടെ ഒരു ഫീൽ ഉണ്ടായാൽ ആ സ്നേഹബന്ധങ്ങൾ അകലാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം സിദ്ഖാണ്. രണ്ടാമത്തത് അൽ അമാന, വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഒരാളൊരു വാക്ക് പറഞ്ഞാൽ നീ അത് ആരോടും പറയരുത്, നിന്നെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞതാണ്, ദയവ് ചെയ്ത് നീ ആരോടും പറയരുത്, നിന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളോടൊരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് മാത്രം ഷെയർ ചെയ്തൊരു കാര്യം പിന്നീട് മറ്റൊരാളിൽ നിന്ന് നമ്മൾ കേട്ടാൽ ആ ബന്ധം ഉറപ്പാണ്. ഇനി ആ ബന്ധം നിലനിന്നാൽ തന്നെ ആ ഊഷ്മളമായ ബന്ധം അവിടെ നിലനിൽക്കില്ല. നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അൽ വഫാഉ ബിൽ ഉഹൂദ്, എവിടെയെങ്കിലും കരാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കരാർ ഇങ്ങനെ തോന്നുമ്പോ അങ്ങനെ പറയാനുള്ളതല്ല, വാഗ്ദാനങ്ങൾ അത് ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം വാഗ്ദാനം നൽകാനാണ്. ഞാനത് ചെയ്യട്ടോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകട്ടോ, അത് ഞാൻ പറയട്ടോ, ഇത്ര ഞാൻ തരട്ടോ എന്നൊക്കെ തോന്നിയതുപോലെ പറയാനുള്ളതല്ല. അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് കരാറ്. കരാറിന്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ പിന്നെ അത് ലംഘിക്കാൻ പാടില്ല. കരാർ ലംഘിച്ചോ, കഴിഞ്ഞു. അയാളെ കുറിച്ച് പിന്നെ ആളുകൾ പറയാൻ എന്താ പറയാ, അയാൾ അങ്ങനെ പലതും പറയും. സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അയാളെ വാക്കും പഴയ കീറച്ചാക്കും ഒരേപോലെയാണ് എന്നാ പറയാം. കഴിഞ്ഞു, അയാളുടെ വിശ്വസ്തത തന്നെ നഷ്ടപ്പെട്ടു പോകും. അതേപോലെ ഒരിക്കലും ഗീബത്തിലും നമീമത്തിലും നമ്മൾ പെടാൻ പാടില്ല. ഒരാളെ കുറിച്ച് ഉള്ളതും നമ്മൾ പറയാൻ പാടില്ല, അത് ഗീബത്താവും. ഇനി ഇല്ലാത്തത് പറഞ്ഞാൽ അത് നമീമത്തും കളവുമാവും. അത് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അയാളുടെ ചെവിയിലെത്തിയാൽ പിന്നെ എന്താ അവസ്ഥ, അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം, സ്വഭാവപരമായ ഈ വിശുദ്ധീകരണം ബന്ധങ്ങൾ നിലനിൽക്കാൻ ആവശ്യമാണ്. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് അൽ കലിമത്തു ത്വയ്യിബ വൽ വജ്ഹുൽ ബശൂഷ്, നല്ല വർത്തമാനം, അതേപോലെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം. അൽ ഇബ്തിസാമ, ഇബ്തിസാമ എന്നാണ് അതിന് അറബിയിൽ പറയാം, പുഞ്ചിരി, സ്മൈൽ ഫേസ്. അങ്ങനെ എപ്പോഴും ഗൗരവത്തോടെ അല്ല, ഒന്ന് ലാളിത്യം, ഒരു ലാളിത്യം വേണം. മനുഷ്യരെ കാണുമ്പോൾ പുഞ്ചിരിക്കണം, നല്ല വർത്തമാനം പറയണം. അത് രണ്ടും എന്താണെന്നറിയോ? ഹുമാ മിഫ്താഹുൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയങ്ങൾ തുറക്കാനുള്ള ചാവി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. കീശയിലിട്ടോ ഈ രണ്ട് ചാവി. ഏതാ? ഒന്ന് അൽ ഇബ്തിസാമ, ഒന്ന് പുഞ്ചിരി, മറ്റൊന്ന് നല്ല വർത്താനം പറയാ, നല്ല നിലക്ക് വർത്താനം പറയാ. ഇത് രണ്ടും നിങ്ങൾ ആരോട് സംസാരിക്കുന്നുവോ, ആരോട് ഇടപെടുന്നുവോ അയാളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എത്ര മനോഹര, പുഞ്ചിരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മൂന്നാമത്തേത് അർരിഫ്ഖു വല്ലീൻ, സൗമ്യത, ലാളിത്യം, ഒരു നൈർമല്യം. ലോകം കണ്ട ധിക്കാരിയുടെ പാലസിലേക്ക് ലോകത്തിന്റെ നാഥനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ധിക്കാരിയല്ലേ, കയർത്ത് സംസാരിക്കരുത്. ധിക്കാരിയാണെന്ന് വിചാരിച്ചിട്ട് കയർത്ത് സംസാരിക്കരുത്. നിങ്ങൾ രണ്ടുപേരും അവനോട് മാന്യമായി, ലയ്യിനായി, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. സോഫ്റ്റ് സംസാരത്തിൽ ഒരു സോഫ്റ്റ് വേണം, ഒരു റിഫ്ഖ് വേണം. അത് ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ. അള്ളാന്റെ റസൂലിനോട് പോലും അള്ളാഹ് പറഞ്ഞ എന്താ? നിങ്ങൾ കഠിന ഹൃദയമുള്ളവനും പരുഷ സ്വഭാവിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ഈ അനുയായി വൃന്ദം അകന്നു പോകുമായിരുന്നു പ്രവാചകരെ. അവിടുത്തെ കാരുണ്യത്തിന്റെ വിശാലമായ ഇടപെടൽ കൊണ്ടാണ് അവിടുത്തേക്ക് ലോകം അടുത്തു വന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് വേണം. 5 നേരം നിസ്കരിച്ച് ജമാഅത്തൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇതിൽ ഈ കാകാൻ പാടില്ല. നാലാമത്തേത് അൽ അഫു വസ്സഫ്,
വിട്ടുവീഴ്ച മനോഭാവം അത് വലിയൊരു കാര്യമാണ്. വിട്ടുവീഴ്ച, മനുഷ്യരാണ്, അബദ്ധങ്ങൾ വരും, സ്വാഭാവികമാണ്. അബദ്ധമില്ലാത്ത ഈ മുകളിലിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും, ഞാനടക്കം ഒരാളെ പോലും കാണിച്ചു തരാൻ നമുക്ക് കഴിയില്ല. അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അബദ്ധം സ്വാഭാവികമാണ്. പക്ഷേ ഒരാളിൽ നിന്നൊരു അബദ്ധം ഉണ്ടായാൽ അതൊന്നും മനസ്സിൽ വെച്ച് നടക്കലല്ല, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അതിനൊരു വിശാലമായ മനസ്കത വേണം. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ വലിയ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹിനോട് പറയുന്നു, അള്ളാഹ് എനിക്ക് പുറത്തു തരണം. അള്ളാഹ് നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണല്ലേ, എന്നാൽ സൃഷ്ടികൾക്ക് നിങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറില്ല. ഇതെന്തൊരു വിരോധാഭാസമാണ് എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. വിട്ടുവീഴ്ച എവിടെ ചെയ്തോ അവിടെ ബന്ധങ്ങൾ നന്നായി നിലനിൽക്കും. അഞ്ചാമത്തേതായി മനസ്സിലാക്കേണ്ടത് ഹിഫ്ളുൽ ഹുഖൂഖ് വൽ ഇഹ്തിറാം. മനുഷ്യന്റെ അവകാശങ്ങൾ, ആർക്കൊക്കെ അവകാശങ്ങളുണ്ടോ അത് സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ ഇഹ്തിറാമോടുകൂടെ, ആദരവോടുകൂടെ, റെസ്പെക്റ്റോടുകൂടെ സംസാരിക്കണം. റെസ്പെക്റ്റോടുകൂടെ സംസാരിക്കാൻ എന്തെങ്കിലും ചെലവുണ്ടോ സുഹൃത്തുക്കൾ? ഏത് മനുഷ്യനെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ആദരവ് എന്നുള്ളത്. ഞാനൊരു ഷോപ്പിംഗ് മാളിൽ ചെന്നപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാച്ച്മാൻ ഉണ്ട്. ഞാൻ അയാളെ ബഹുമാനിച്ചുകൊണ്ട് സേർന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരാള് മനുഷ്യനെ ഇന്നേ വരെ സേർന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ അയാൾക്ക് ആ ഹൃദയത്തിൽ അത് കൊണ്ടതോടുകൂടെ പിന്നെ എന്റെ വണ്ടി പാർക്ക് ചെയ്ത് അത് ശരിയാക്കി അത് എന്തൊക്കെയാണ് മൂപ്പർക്ക് ചെയ്തു തരേണ്ടത് അറിയില്ല എന്ന് മാത്രമല്ല, മഴ പെയ്തപ്പോൾ അയാളുടെ സ്വന്തം കുടയിൽ എന്നെ മുകളിലെ അപ്സ്റ്റെയറിലുള്ള ആ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അയാൾ തിരിച്ചു വരികയാണ്. അയാളുടെ ജോലിയുടെ ഭാഗം പോലും അല്ലാതെ. ഒരു മനുഷ്യൻ ഇഹ്തിറാം കിട്ടുമ്പോഴുള്ള അത് വല്ലാത്തൊരു സംഗതിയാണ്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് ഇസ്ലാം പറയാണ്, മുതിർന്നവരെ ആദരിക്കൂ ജനങ്ങളെ, കുട്ടികളോട് കരുണ കാണിക്കൂ. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബാധ്യതകളാണ്. അതല്ലാതെ നമ്മളിപ്പോ പെരുന്നാൾക്ക് നല്ല ഡ്രസ്സ് ധരിച്ചു, നല്ല ഭക്ഷണം ഉണ്ടാക്കി, നല്ല ഉഷാറായി ജോറായി, ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു ജീവൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആറാമതായി മനസ്സിലാക്കേണ്ടത് അന്നസീഹ വഹുബ്ബുൽ ഖൈർ. നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും സതുപദേശങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ നല്ല നിലക്ക് ഉപദേശങ്ങൾ നൽകാനും നമ്മൾ തയ്യാറാകണം. അതൊക്കെ നല്ല സ്വഭാവത്തിന്റെ ഗുണങ്ങളാണ്. അതുപോലെ തന്നെ ഏഴാമതായി മനസ്സിലാക്കേണ്ടത് അൽ ഇആനത്തു വഖളാഇൽ ഹവായിജ്. മനുഷ്യരെ, അതായത് ആവശ്യക്കാരായ, നമ്മുടെ സമൂഹത്തിൽ ആവശ്യക്കാരായ ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ടാവും. അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല, സമൂഹത്തിലും അതിന്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവസാനമായി പറയാനുള്ളത് അസ്സബ്ർ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ ഇടയിലാണ്. വിവിധ സ്വഭാവങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ആരിൽ നിന്നെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഉണ്ടായാലോ സബ്ർ വേണം, ക്ഷമിക്കണം. അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ആ ക്ഷമക്ക് അല്ലാഹു എനിക്ക് പ്രതിഫലം തരട്ടെ എന്ന ചിന്തയോടെ ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ബന്ധങ്ങളെ ഒരു പരിധിവരെ നമുക്ക് വിളക്കി ചേർക്കാനാകും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ നിലക്ക് മനുഷ്യബന്ധങ്ങൾ അകന്നു പോകുന്ന ഈ ദുരന്തപൂർണമായ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈ മനോഹരമായ സന്ദേശങ്ങളെ ചേർത്ത് പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിലുള്ള മഹത്തായ ഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ഈ കഴിഞ്ഞുകൂടുന്ന നിമിഷങ്ങൾ സുബ്ഹാനല്ലാഹ് അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. അയ്യാമുത്ത തശ്രീഖ്, ദുൽഹിജ്ജ 10 കഴിഞ്ഞ് 11, 12, 13, 10ആണല്ലോ ഇന്നലെ നമുക്ക് കഴിഞ്ഞത്. ഈ ദിവസങ്ങൾ അയ്യാമുത്ത തശ്രീഖ് നിസ്സാരമാണോ? അല്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ ആദരിക്കപ്പെട്ട ദിനങ്ങളാണ്. പെരുന്നാൾ ഇന്നലെ കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞു? ഇല്ല. നമ്മൾ അനർഘ നിമിഷങ്ങളിലൂടെ അല്ലാഹു അവന്റെ ഖുർആനിൽ അയ്യാമൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങൾ എന്ന് അല്ലാഹ് പറഞ്ഞ അനുഗ്രഹീത ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ചിലത് ഇനിയും ചെയ്യാനുണ്ട്. അതിലൊന്നാമത്തേത് അത്തക്ബീറുൽ മുഖയ്യദ്. 2 നിലയ്ക്ക് തക്ബീറുകളുണ്ട്.
ഇന്നലെ പെരുന്നാൾക്ക് മാത്രം ചൊല്ലുന്ന തക്ബീർ അല്ല. 2 തക്ബീറുകളുണ്ട്. തക്ബീറുൽ മുഖയ്യദ് വത്തക്ബീറുൽ മുത്ലഖ്. മുത്ലഖായ തക്ബീർ ഉണ്ട്, മുഖയ്യദായ തക്ബീർ. എന്താ ഈ മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ? അതൊരു പ്രത്യേക സമയവുമായി ബന്ധപ്പെട്ട് മാത്രം ചൊല്ലുന്ന തക്ബീറുകൾ. അതായത് അറഫാ ദിവസം ദുൽഹിജ്ജ 9 ഫജ്ർ മുതൽ ആ തക്ബീറുകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഓരോ 5 നേര നമസ്കാരങ്ങൾക്ക് പിറകിലും നമ്മൾ തക്ബീറുകൾ ചൊല്ലും. ഏതുവരെ? അയ്യാമു തശ്രീഖ്, ദുൽഹിജ്ജ 13 അസർ വരെ നമ്മൾ ആ തക്ബീറുകൾ ചൊല്ലണം. നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ആ തക്ബീറുകൾ ചൊല്ലണം. അത് മറക്കരുത്. രണ്ടാമത്തേത് അത്തക്ബീറുൽ മുത്ലഖ്, നിരുപാധിക തക്ബീറുകളാണ്. അത് ഈ നിസ്കാര ശേഷം മാത്രമല്ല, എനി ടൈം, ഏത് സമയത്തും, ഈ പറയപ്പെട്ട സമയത്ത്, എപ്പോഴും, നമ്മുടെ വീട്ടിലും അല്ലാത്തപ്പോഴും കാറിലും ഒക്കെ ദൈവസ്മരണകളാൽ നമ്മുടെ ഹൃദയങ്ങൾ പൂത്തുലയട്ടെ, നമ്മുടെ ചുണ്ടുകൾ പച്ച പിടിച്ചു നിൽക്കട്ടെ. തക്ബീറുകൾ ചൊല്ലൂ, ദിക്റുകൾ നിലനിർത്തൂ. അതാണ് നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായി ചെയ്യാനുള്ളത്. അതേപോലെ അൽ ഇക്താറു മിനദ് ദിക്ർ, ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദിക്റാണ് മനസ്സമാധാനത്തിന്റെ അടിസ്ഥാനം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യാമുത് തശ്രീഖ്, അയ്യാമുത് തശ്രീഖ് എന്ന് പറഞ്ഞാൽ അയ്യാമു അക്ലിൻ വശുർബിൻ, അത് തീറ്റയുടെയും കുടിയുടെയും ദിനങ്ങളാണ്. തിന്നു മനുഷ്യരെ, വിശ്വാസികളെ, കുടിക്കൂ. തീറ്റയുടെയും കുടിയുടെയും ദിനമാണ്. നോമ്പെടുത്തവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയണം, അയ്യാമുത് തശ്രീഖിൽ ഫൽയഫ്തിർ, നോമ്പ് മുറിക്കണം പാടില്ല. അയ്യാമു അക്ലിൻ വശുർബിൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വദിക്രില്ലാഹി അസ്സ വജൽ, തീറ്റയും കുടിയിലും മാത്രം റബ്ബിനെ മറക്കരുത്, അല്ലാഹുവിനെ ഓർക്കാനുള്ള ദിനവും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ട്രീറ്റ്മെന്റ് എത്ര ഭംഗിയുള്ള ട്രീറ്റ്മെന്റ് ആണല്ലേ! തീറ്റയും കുടിയുമായി ആഘോഷങ്ങളെ പൊടിപൊടിക്കുന്നവർ ഈ ലോകത്തിന്റെ സട്ടാവിനെ മറന്ന് ഹറാമുകൾ ചെയ്യുന്നിടത്ത് ഇസ്ലാമിന്റെ ചികിത്സ എന്ത് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഓർക്കണേ. ഇത് ഞാൻ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത. അതേപോലെ തന്നെ ദിക്റുകൾ, അവനെ ഓർക്കുന്ന ദിക്റുകൾ ചൊല്ലുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിലൊന്നും ആർക്കും ഒരു നിലക്കുള്ള അശ്രദ്ധയും ഉണ്ടാകരുത് എന്ന നിലക്കാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഈമാനുള്ളവരെ മുഴുവനും അല്ലാഹു സ്വർഗ്ഗത്തിൽ നമ്മോടൊപ്പം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. رب انصرنا على القوم الفاسقين، رب انصرنا على القوم المفسدين. ربنا أفرغ علينا صبرا، ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.